നമ്മളെ പഴയ തറവാട്ടിനകത്തൊക്കെ ഇരിക്കുന്ന ഒരു ഇതുണ്ട്. ടൗണിൽ തന്നെ ആണെങ്കിലും നമ്മളെ ഉള്ളിലേക്കാണല്ലോ അതിൻ്റെ ഒരു നല്ല ഫുഡും കുഴപ്പം. ഇന്ന് ഊണ് കഴിക്കാൻ ഇറങ്ങിയത് ഉണ്ടല്ലേ, ഒരു പഴയ തറവാട് വീട് പോലത്തെ ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു തറവാട് വീട് എങ്ങനെ ഉണ്ടാവും? അടുത്തൊരു അന്തരീക്ഷം തന്നെ ഒരു സുഖം. നോക്കിയാട്ടെ, ഒരു ചെറിയ മുറ്റൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കുറേ ഇരുന്ന് കഥ പറയാൻ. ശരിക്കും ഇവിടെ നല്ലൊരു സീറ്റൊക്കെ ഇട്ട് കുറച്ച് ചായപ്പരടിയൊക്കെ തുടങ്ങി വൈകുന്നേരമൊക്കെ വന്ന് ആൾക്കാർ വന്ന് ഇരുന്ന് ഇങ്ങനെ കുറേ നേരം സമയം ചിലവഴിക്കാൻ പറ്റുന്നൊരു സ്പോട്ട്. അപ്പോൾ ഞാനെന്തായാലും ഊണ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഉച്ചത്തെ ഊണ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതാണ് അവിടുത്തെ ഒരു ചോറ്, നാടൻ ഊണ്, പപ്പടം അങ്ങനത്തെ പച്ചക്കറിയൊക്കെ ആയിട്ടുള്ളൊരു പരിപാടി. 50 രൂപയായിട്ട് ഈ ഒരു ഊണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പച്ചക്കറി നല്ല സ്റ്റൈലാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കില്ല, ഈ വാഴയ്ക്ക തേങ്ങ അരച്ച് വെക്കുന്ന ആ ഒരു രസമല്ല കേട്ടോ. അല്ലേ, വാഴക്ക കഷ്ണമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അത് കഴിച്ചപ്പോൾ എത്തപ്പല്ലേ അങ്ങനത്തെ ഒരു കുറച്ച് എന്താ പറയുക, സ്ത്രീകളൊക്കെയാണ് അവരെ ഉണ്ടാക്കുന്നത്. ഞാൻ കിച്ചണിൽ കയറിയിട്ടില്ല, അതുകൊണ്ടാണ് കിച്ചണിലെ കാഴ്ചകളൊന്നും ഇല്ലാത്ത. മീൻകറി നോക്കട്ടെ കേട്ടോ, മീൻ കഷ്ണമൊക്കെ ഉണ്ട്. നല്ല തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി, നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കിയാലേ അവിടെ രസമുണ്ട് കേട്ടോ സാധനം. മത്തിക്കാന്ന് തോന്നുന്നു, എല്ലാം കൂടി തറച്ചിട്ടൊരു കറി സംഭവങ്ങൾ. ഇതിൻ്റെ കൂടെ ഞാൻ വാങ്ങിയാണ് ഒരു ബീഫിൻ്റെ ഒരു പരിപാടിൻ്റെ അവിടെ 50 ഉറുപ്പികയ്ക്കാണ് ഈ ഒരു ബീഫ്. അതെങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. മീൻ പൊരിച്ചൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഈ ബീഫ് അതിങ്ങനെ മിക്സ് ആക്കിയത് നോക്കട്ടെ. സംഭവം കേട്ടോ, കറിയല്ല, നല്ല ഫ്രൈ റോസ്റ്റ് പോലത്തെ ഒരു സാധനം. നോക്കട്ടെ, ഒരു കഷ്ണം എടുത്തോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നാടൻ. അതാ ചോറിൻ്റെ കൂടെ ഒരു പച്ചക്കറി, ആ ഒരു ചോറും എല്ലാം കൂടി കുറച്ച് ഉപ്പേരിയൊക്കെ എടുത്തോട്ടെ. കേബേജിൻ്റെ ഉപ്പേരി ഉണ്ട്, പിന്നെ പപ്പടം, അച്ചാറ്, പച്ചടി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പപ്പടം എടുത്തിട്ട് നോക്കാം, ഒരു പിടി പിടിച്ച് നോക്കട്ടെ കേട്ടോ. ഇങ്ങനെ കഴിക്കണം, അതൊരു സുഖം അല്ലേ. പിന്നെ ഒരു എന്താ പറയുക, ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. മോര്, ഒരു ഗ്ലാസ്സിൽ കുറച്ച് മോര് കൊണ്ട് വെച്ചിട്ട് നമ്മൾ കറിവേപ്പിലെല്ലാം കൂടി ഇട്ടുള്ള ഒരു മോര്, അതും ആ ഒരു കറിയെല്ലാം കൂടി കൂട്ടി. അപ്പോൾ ഈ ബീഫിൻ്റെ കൂടെയൊക്കെ ഈ മോര് കറി കൂട്ടാൻ നല്ല രസമല്ലേ സംഭവം. ഊണ് അടിപൊളി കേട്ടോ. അപ്പം ഞാനൊരു മത്തിയും കൂടി പൊരിച്ചൊരു മത്തിയും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ അതിലെങ്ങനെ കൊണ്ടുനടക്കാണ്ടപ്പോൾ മത്തി അതിൽ എന്തൊക്കെയോ ഉണ്ട്, മത്തി എടുത്ത്. നല്ല നാടൻ ഫുഡ് കിട്ടും. പിന്നെ 50 രൂപ വരുന്നുള്ളൂ ഈ ബീഫിനൊക്കെ വരുന്നത്. ചോറ് 50, മത്തിക്ക് 20 രൂപയൊക്കെ ഉള്ളൂ. മൊത്തം 120 രൂപയ്ക്ക് നല്ലൊരു ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മളെ ഗോകുലമാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ റോഡ്, നമ്മൾ സൂര്യ സിൽസിലൊക്കെ പോകുന്ന റോഡില്ല, ആ റോഡ് നേരെ അങ്ങോട്ട് കയറി കുറച്ച് മുന്നോട്ട് വന്നാൽ ബോർഡ് കാണാം, നേരെ ഉള്ളിലോട്ട് കയറിയാൽ മതി. അപ്പോൾ ശരി.